തിരുവചന പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വീൻസ് ചർച്ച് ഓഫ് ഗോഡിലെ സീനിയർ പാസ്റ്റർ ബെൻ തോമസ് നാടത്ത് വാക്ക് ഇൻ ദ ലൈറ്റ് എന്ന സുവിശേഷ പഠന പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തെ മുഖാമുഖം അറിയുവാനും ജീവിതത്തിന്റെ ഉദ്ദേശ്യം കണ്ടെത്തുവാനും നിത്യതയിലേക്ക് ഒരുക്കപ്പെടുവാനും ഈ വചന പ്രഭാഷണം സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവവചന സന്ദേശങ്ങൾ കൂടുതലായി അറിയുവാൻ www.qcog.org or www.benthomas.tv. നാം നോക്കിക്കൊണ്ടിരിക്കുന്നത് യഹോവ എന്റെ വീണ്ടെടുപ്പുകാരൻ. യഹോവ എന്റെ വീണ്ടെടുപ്പുകാരൻ. അത് ഞാൻ പെട്ടെന്ന് അങ്ങ് തീർക്കാനാണ്, കാരണം സമയമില്ലായിരുന്നു. ഇന്നും 5 മിനിറ്റേ ഉള്ളൂ. യഹോവ എന്റെ വീണ്ടെടുപ്പുകാരൻ. യഹോവ എന്റെ വീണ്ടെടുപ്പുകാരൻ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിയിൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. യെശയ്യാ 48:4 ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനോ സൈന്യങ്ങളുടെ യഹോവ ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്നാകുന്നു അവന്റെ നാമം. മനുഷ്യൻ പാപത്തിലായി. മനുഷ്യന്റെ വില, നമ്മുടെ വില മനസ്സിലാക്കണം നാം. ലോകത്ത് മനുഷ്യന്റെ
വില അറിയാൻ ആത്മാവിന്റെ വില ഞാൻ പറയുന്നത്. ശരീരത്തിന് വിലയില്ലല്ലോ. ഏറ്റവും വിലയില്ലാത്ത സാധനമാണ് മനുഷ്യന്റെ ശരീരം. അതുകൊണ്ടാണ് ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും മരിച്ചിട്ട് ഒരു മിനിറ്റ് കഴിയാൻ, ഒരു ദിവസം കഴിയുമ്പോഴത്തേനും പിന്നെ അടുക്കിയിരിക്കാൻ ഒക്കത്തില്ല. അതുവരെ അടുത്തിരുന്നവരാവശ്യം അത്രയുള്ള വില. സോ മനുഷ്യന്റെ ശരീരത്തിനല്ല വില, അതിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ജീവൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഹൃദയത്തിനൊക്കെ വില വന്നത്. ബോഡി പാർട്സിന് വിലയുണ്ട്. അപ്പൊ ചിലർ പറയും ബോഡി പാർട്സിന് വിലയില്ലുണ്ട്. ദൈവത്തിൽ പറയുന്നുണ്ട് ബോഡി പാർട്സ് വെക്കുന്ന ഒരു കാലം വരുന്നു. സോ അതെല്ലാം ദൈവത്തിൽ പറയുന്നു. ഞാൻ മനുഷ്യൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതല്ല, എന്റെ ഉള്ളിലുള്ള ഈ ആത്മാവ്, ആ ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെട്ടു. സ്വർഗത്തിൽ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച, ദൈവത്തിൽ ഉണ്ടായിരുന്ന, ദൈവത്തിന്റെ ഭാഗമായിരുന്ന, അതുവരെ പറയുമ്പോഴാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കും അറിയത്തില്ല, ഒരു തിയോളജിനും അത് അറിയത്തില്ല. ഏതോ ഒരു നിലയിൽ ഞാൻ ഉണ്ടായിരുന്നു, അതെന്തുവാണെന്ന് അറിയത്തില്ല. അഥവാ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ എനിക്കുള്ള DNA, എന്റെ ഐഡന്റിറ്റി, ആ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി, അതെന്തോ എങ്ങനെയാണെന്ന് ആർക്കും അറിയത്തില്ല. അത് മനസ്സിലാക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കത്തില്ല. എന്നാൽ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ നിത്യതയിലുള്ള പ്രിപ്പറേഷൻ, ദൈവം വെച്ചത്. സോ ആ മനുഷ്യന്റെ ആത്മാവ് ഈ ഭൂമിയിൽ പാപത്തിൽ ജനിച്ചതിനാൽ ദൈവത്തിൽ നിന്നുള്ള ബന്ധം വിട്ടു. അപ്പോൾ ആ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു തുടങ്ങിയതാണ്. ആ ആത്മാവ് എന്നും ഉള്ളിൽ കടന്ന് കരയുകയാണ്, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ആ കരച്ചിലിന്റെ മറുപടിയാണ് ആരെങ്കിലും സുവിശേഷം പറഞ്ഞ് എന്റെ കണ്ണ് തുറക്കുന്നത്. എല്ലാ വ്യക്തിയിലും ആ കരച്ചിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും എത്രയുണ്ടെങ്കിലും അവരേതെങ്കിലും നിലയിൽ ഇതിന് രക്ഷയുണ്ടാകുമോ, അവിടെയാണ് മതങ്ങൾ ഉണ്ടായത്. പല നിലകളിൽ മനുഷ്യനെ കബളിപ്പിക്കുവാൻ മതങ്ങൾ പറഞ്ഞു, നീ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ, ഹൈന്ദവ മതം പഠിപ്പിച്ചു, നീ നന്നായിട്ട് ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നീ ഇങ്ങനെ ജനിച്ചു വരും. അതിനുശേഷം അത് കഴിയുമ്പോൾ കാരണവശാൽ ഉപയോഗിക്കുന്ന ഉദാഹരണമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മനുഷ്യൻ ഒരു 5 രൂപ കട്ടെന്നിരിക്കട്ടെ, എന്തെങ്കിലും ദോഷം ചെയ്യാൻ കാര്യമില്ലല്ലോ. അപ്പൊ അവൻ വരാൻ പോകുന്നത് എലിയായിട്ടായിരിക്കും. അപ്പൊ എലിയായിട്ട് വന്നാൽ എലിയുടെ ജോലി മുഴുവൻ കാക്കുകയില്ലയോ? അപ്പൊ പിന്നെ അവൻ എങ്ങനെയാണ് അടുത്ത ജന്മത്തിൽ അവന് നിത്യത? മനുഷ്യൻ അങ്ങനെയാണ് ഹൈന്ദവ മാർഗം പഠിപ്പിക്കുന്നത്. ഓരോ മതങ്ങളെ എടുത്ത് പഠിപ്പിച്ചാൽ ആ മതങ്ങൾ എല്ലാം പഠിപ്പിക്കുന്നു. മുസ്ലിമിനെ സംബന്ധിച്ച് നീ മെക്കയിൽ, ഒരു മുസ്ലിം ആണെങ്കിൽ മെക്കയിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിരിക്കണം, ഇന്നതൊക്കെ ചെയ്യണം, അവർക്ക് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്യണം. യഹോവ സാക്ഷിക്കാരോട് പറയുന്നത്, യഹോവ സാക്ഷിക്കാര് എല്ലാ ഭവനങ്ങളും, യഹോവ സാക്ഷിക്കാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് കൊട്ടുന്നത് അവര് നിങ്ങളുടെ ജയകൊണ്ടായിട്ടൊന്നും തന്നെ, അവർക്ക് റിപ്പോർട്ട് അയക്കണം. എല്ലാ വിശ്വാസികളും, എല്ലാ യഹോവ സാക്ഷി വിശ്വാസികളും റിപ്പോർട്ട് അയക്കണം, ഞങ്ങൾ ഇത്ര ഭവനം കയറി. അവരുടെ രക്ഷയുമായിട്ട് അത് കണക്ട് ചെയ്തിട്ടിരിക്കുന്നു. അതുപോലെ എല്ലാ മതങ്ങളും ഒറ്റ ഒരു കാര്യം മാത്രം, ഒരുവൻ മാത്രമേ പറഞ്ഞുള്ളൂ, രക്ഷയ്ക്ക് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട, അതിന്റെ യേശു മാത്രമാണ്. ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ വ്യത്യാസം. അതുകൊണ്ടാണ് ഏതെങ്കിലും സഭാ സംഘടനകൾ കടന്നു വന്നിട്ട് രക്ഷയ്ക്ക് വേണ്ടി ഇതും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. കാൽവറിയിൽ എന്റെ യേശു പരിപൂർണമായി നിവർത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ സകലവും, ആവശ്യമുള്ളത് സകലവും, അഥവാ എന്റെ ആത്മാവിനെ, മനുഷ്യന്റെ മുഴുവൻ ആത്മാവിനെയും കൂടെ ദൈവസന്നിധിയിൽ വെച്ചിട്ട് ഇതിന് ഇനി നിനക്ക് തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ പിതാവാം ദൈവം അവിടെ നിന്ന് പിശാചിനോട് ചോദിച്ചു, നിനക്ക് എന്തുവാ വേണ്ടത്? അപ്പോൾ ആ ലൂസിഫർ എന്ന് പറയുന്നവൻ പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. മരണം എന്ന് പറഞ്ഞാൽ വേർപാട്. ദൈവം നിയമം മാറ്റത്തില്ല.
ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് തിരിച്ചെടുക്കുവാൻ ഒക്കത്തില്ല, മാറ്റത്തില്ല. അതിന് കൗണ്ടർ ഇഫക്റ്റ് ചെയ്യത്തേയുള്ളൂ, തിരിച്ചെടുക്കുകയില്ല. ആ കൗണ്ടർ ഇത് കൊടുക്കത്തേയുള്ളൂ, നിയമം. സോ അങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ നിയമം, ദൈവമേ യഹോവേ നീ പറഞ്ഞിരിക്കുന്ന നിന്റെ നിത്യ നിയമമാണ് പാപത്തിന്റെ ശമ്പളം മരണം. മനുഷ്യൻ ആദാം പാപം ചെയ്തു, ആ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണം എന്ന് പറയുന്ന വേർപാട് ഈ ആത്മാവിനെ, ഇതിനെ മുഴുവൻ നീയുമായിട്ട് വേർപെട്ടിരിക്കുന്നു. ഞങ്ങൾ മാറിയിരിക്കുന്നത് പോലെ ഈ ആത്മാവിനെ മുഴുവനും കൂടെ വെച്ചിരിക്കുമ്പോൾ ഇതിനെന്ത് പരിഹാരം? ഒറ്റ മാർഗമേ ഉള്ളൂ. ദൂതന്മാരെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അവിടെയാണ് പിതാവും പ്രവചനം 5-6 അധ്യായത്തിലോട്ട് വരുമ്പോൾ ചോദ്യം വരുന്നത്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവോ എക്സിക്യൂട്ടീവ്സ് ഒരുമിച്ച് കൂടി ഇതിന് പരിഹാരം എന്ത്? പരിഹാരം ഒറ്റ മാർഗം, നമ്മളിൽ ഒരാൾ പോണം. ആർ നമുക്ക് വേണ്ടി പോകും? അവിടെയാണ് പുത്രൻ തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ പോകാം, ഞാൻ പോകാം. അവിടെയാണ് പറയുന്നത്. അപ്പോഴാണ് പിതാവാം ദൈവം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇങ്ങനെയാ കാര്യങ്ങൾ. അവിടെ ചെന്നാൽ ഇന്നതൊക്കെ സഹിക്കണം, പറ്റുമോ? അത് മുഴുവൻ യേശു പറഞ്ഞു. നീ ഇരിക്കുന്ന ഈ മഹത്വം വെച്ചിട്ട് പോകണം. ഈ ദൈവം എന്ന് പറയുന്ന ഈ അവസ്ഥ നിനക്ക് ഉപയോഗിക്കുവാൻ ഒക്കത്തില്ല. നീ നിന്ദിക്കപ്പെടും, ഏകനായി പോകും. ഞാൻ പോലും ചിലപ്പോ മറുപടി തന്നിരിക്കത്തില്ല. എല്ലാം പറഞ്ഞു പോകാം. അങ്ങനെയാ യേശു ഭൂമി വന്നേ. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞു, കാൽവറിയിൽ ഹല്ലേലൂയ, യേശു തമ്പുരാൻ കാൽവറിയിൽ കിടക്കുമ്പോൾ എന്റെയും നിന്റെയും പാപം, അതേ വചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാപം, നിർവചനം പാപം, പാപങ്ങൾ ഉണ്ട്. എല്ലാ പാപങ്ങളെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് പറയുന്നതാണ് പാപം. ആ പാപം അവന്റെ മേൽ ചുമത്തി. അവൻ പാപിയായെന്നല്ല, അവൻ പാപമായി. യേശു പാപിയല്ലായിരുന്നു, യേശു പാപം ആയി. He became sin. എന്റെ പാപവും നിന്റെ പാപവും സകല മാനവജാതിയുടെയും ഭാവി, ഭൂത, വർത്തമാന ഭാവി പാപങ്ങൾ എല്ലാം കൂടെ അവന്റെ മേൽ ചുമത്തി. പാപം കാൽവറിയിൽ കിടക്കുമ്പോൾ പിതാവാം ദൈവം പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് അവൻ മുഖം മറച്ചു. വചനം പറയുന്നു, അതാണ് വില കൊടുത്തത്. ഇതിന്റെ ആഴം മനസ്സിലാക്കിയാൽ ഒരു വ്യക്തിക്ക് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ എത്ര എളുപ്പം. അപ്പോൾ ഞാനും നീയും ചോദിക്കും, എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? വചനം പറയുന്നു, ഈ ഭൂമിയുടെ ദൈവം എന്ന് പറയുന്ന ഒരുവനുണ്ട്. അവന്റെ പേര് ഇരുളിന്റെ അടിമൻ. അവൻ ഹല്ലേലൂയ കണ്ണ് കുരുടാക്കിയിട്ടിരിക്കുന്നു, ബ്ലൈൻഡ് ആക്കിയിട്ടിരിക്കുന്നു. ഇത് കാണുവാൻ തക്കവണ്ണം കണ്ണ് തുറക്കാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഇത് കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സുവിശേഷം പറയുന്ന വ്യക്തികളെ കുറിച്ച് പേരെഴുതി നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ ഇവരുടെ കണ്ണുകളെ തുറക്കണമേ, കർത്താവേ ഇവരുടെ കണ്ണുകളെ തുറക്കണമേ. കണ്ണുകളെ തുറന്നു കഴിയുമ്പോൾ ഇത് മനസ്സിലാകും. ഞാൻ ഓർക്കുന്നു, എൻ്റെ ബ്രദർ പെരുന്തൽമണ്ണില് ആയിരിക്കുന്ന അവിടെ ചെന്നപ്പോൾ ഒരു യാക്കോബായ ആ കുടുംബത്തിൽ നിന്ന് ഒരു 2 ചെറുപ്പക്കാർ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് കടന്നു വന്നു. ഇവർ വീട്ടിൽ ഇരിക്കുമ്പോൾ ബൈബിളൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ അവർ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗൾഫിൽ ഉണ്ടായിരുന്ന തന്റെ സഹോദരൻ, മുസ്ലിങ്ങളല്ലയോ, മുസ്ലിങ്ങളാണ്, അല്ല യാക്കോബക്കാരൻ പോയി താമസിക്കുന്ന യാക്കോബക്കാരൻ, മുസ്ലിങ്ങൾ ഇടയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്.
അപ്പോൾ ആ യാക്കോബക്കാരുടെ 2 സഹോദരങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ ഗൾഫിലാണ് അവര് സഹോദരങ്ങൾ. അപ്പൊ അവരോട് പറഞ്ഞു, ചേട്ടനോട് പറയുക, ഗൾഫിലുള്ള ചേട്ടാ, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഈ വേദപുസ്തകം അത് എല്ലാം ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. ഇതുവരെ നമ്മളിത് വായിച്ച് മനസ്സിലാക്കിയില്ല. ഇത് തുറന്ന് നിങ്ങളുടെ വേദം എടുത്ത് നോക്ക, ഇല്ലയോ? എല്ലാവരും കൊണ്ട് നടക്കുന്ന വേദപുസ്തകത്തിന് അതിലുണ്ട്. ഹിസ്റ്ററി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഓർത്തഡോക്സ് സഭ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക. അതിന്റെ ആരംഭകാലത്ത് വെള്ളത്തിൽ മുക്കി സ്നാനം കഴിപ്പിച്ചിരുന്നു. ഗ്രീക്ക് ഓർത്തഡോക്സ് ഇന്നും അങ്ങനെ ചെയ്യുന്നു. ഓർത്തഡോക്സ് സഭ അവിടെ നിന്നാണ് ഉണ്ടായിരുന്നത്. ഈ വീണ്ടെടുക്കുവാൻ കഴിയാതെ വണ്ണം ഈ ആത്മാവ് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ എങ്ങനെ വീണ്ടെടുക്കും? വീണ്ടെടുപ്പ് മനസ്സിലാക്കുവാൻ പല ഭാഗങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, രൂത്തിനെ കുറിച്ച് സംസാരിച്ചില്ലായി പറഞ്ഞു. രൂത്തിന്റെ പുസ്തകമാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് വേറെ പലതുണ്ട്. അതിലൊന്ന് അതിന്റെ റെഫറൻസസ് പുറപ്പാട് പുസ്തകം 3:7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ കാണുവാൻ കഴിയും. 3:7 മുതൽ 14 വരെ. യഹോവ അരുളി ചെയ്യുന്നു, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരങ്ങൾ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിയുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലതുമായിരിക്കുന്ന ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിഷ്യർ, ഹിവ്യർ, യെബൂസർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. വേദപുസ്തകത്തിൽ മിസ്രൈം എന്ന് പറയുന്ന ലോകം, കനാൻ എന്ന് പറയുന്നത് നിത്യത, അതാണ് ജീവിതം. യാത്ര എന്ന് പറയുന്നത് നാമ. മോശ നിയമത്തിന് തുല്യമായി നിൽക്കുന്നു. യോശുവ കൃപയ്ക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ യേശുവിന് തുല്യമായി നിൽക്കുന്നു. യോശുവായും യേശുവും സെയിം വാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുവും യോശുവായും. പുതിയ നിയമത്തിലെ ഗ്രീക്ക് ഭാഷയിലെ യേശു എന്ന് പറയുന്നത് എബ്രായ ഭാഷയിലെ യോശുവ ആകുന്നു. സോ എടുത്ത സെമിനാരിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിസ്രയീം ലോകം മനുഷ്യനായിരിക്കുന്നത്, പഴയ നിയമം മോശ, യേശു രക്ഷിതാവ്, ചെങ്കടൽ സ്നാനം, മരുഭൂ പ്രയാണം, ക്രിസ്തീയ ജീവിതം, കനാൻ ദേശം, യോർദാൻ മരണം, കനാൻ ദേശം നിത്യത. അതാണ് ആ സ്റ്റഡികൾ കാണുന്നത്. സോ അപ്പോൾ അങ്ങനെ ചിന്തിക്കണം നിങ്ങൾ. അപ്പോൾ മിസ്രയീമിൽ നിന്നും 9-ാം വാക്യം, ഇസ്രായേൽ മക്കളുടെ നിലവിളി ഞാൻ എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമിൽ അവരെ ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കാം. ഫറവോൻ പിശാച് നിൽക്കുന്നു. അതിന് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ള ഉള്ളത് ഞാൻ നിന്നെ അയച്ചിട്ട് അടയാളമാകുമെന്ന് അരുളി ചെയ്തു. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളോട് അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അവനോട് എന്ത് പറയണമെന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയണം. ആ കുറ്റത്തിലുണ്ടായത് പെസഹ എന്ന് പറയുന്ന പ്രവർത്തനത്തിലാണ്. പെസഹായിൽ രക്തച്ചൊരിച്ച് കട്ടിളക്കല്ലിന്റെ മേലും കുറുമ്പടി മേലും രക്തം പുരട്ടുക. ഒന്ന്, കുറ്റമില്ലാത്ത ഒരാള്. 2, പെസഹായോടുകൂടി ഇസ്രായേലിന്റെ കലണ്ടർ മാറി. അതുവരെയും ഇസ്രായേൽ ഉപയോഗിച്ചിരുന്ന കലണ്ടറിന്റെ ഡേറ്റ് മാറി. പെസഹ മുതൽ 1 തുടങ്ങി. ഒരു വിശ്വാസിക്ക് മേരിക്കോര് പറയുന്ന പോലെ 2 ജന്മദിവസമുണ്ട്, 1 മരണദിവസമുണ്ട്. വിശ്വാസി അല്ലെങ്കിൽ 1 ജന്മദിവസമുണ്ട്, 2 മരണദിവസമുണ്ട്. വിശ്വാസിക്ക് 2 ജന്മദിവസമുണ്ട്. നിങ്ങൾക്ക് 4 കാണുമായിരിക്കും, എനിക്കറിയാം. സ്കൂളിലുള്ളതും പള്ളിയിലുള്ളതും ഗവൺമെന്റിന് കൊടുത്തതും അതല്ല ഞാൻ പറയുന്നത്. ജനിച്ചപ്പോൾ ഉള്ള ഒരു ജന്മദിവസവും നിത്യതയിലോട്ട് നീ ഏറുവാൻ തയ്യാറായ ദിവസവും 1.
2 ജന്മദിവസമുണ്ട്. ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് ഇസ്രായേൽ അതുവരെ ഉപയോഗിച്ചിരുന്ന കലണ്ടർ ദൈവം പറഞ്ഞു, ഞാൻ മാറ്റുകയാണ്, ഞാൻ പുതിയൊരു തുടക്കം നിനക്ക് വെടിക്കുകയാണ്. സ്വത്രം. ആ രക്തം ചൊരിച്ചാണ് കാൽപ്പടക്കം 2 പേരും കുറുമ്പടി വരും. രക്തം വന്നപ്പോൾ അവിടെ തുടങ്ങി. പിന്നെ പറയുന്നു എല്ലാ ജനവും ഈ പെസഹ ആചരിക്കണം. പിന്നെ പറയുന്നുണ്ട് ഓരോ കുടുംബത്തിനു വേണ്ടിയും എടുക്കണം. അതിനുശേഷം പറയുന്നുണ്ട് ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും. അത് പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് കാണുന്നത്. പുറപ്പാട് പുസ്തകം 12:12 എഴുതിക്കും. 12, 13, 21, 21, 27. പുറപ്പാട് 12, 12, 13, 21, 27. ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്ത് കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിന്റെ ഒക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവ ആകുന്നു. അപ്പോൾ ദൈവം വീണ്ടെടുത്തത് ന്യായവിധി നടത്തിയിട്ടാണ്. എന്റെ യേശു എന്നെ വീണ്ടെടുത്തത് പിശാചിന്റെ തലയെ തകർത്തിട്ടാണ്. അവന്റെ സകല അധികാരങ്ങളിലും അവകാശങ്ങൾ ഇരുന്നതിനെ അവനെ ബന്ധിച്ച് അവനെ തകർത്ത് എന്നെ സ്വതന്ത്രമാക്കി. നിങ്ങൾ പാർക്കുന്ന വീട്ടിന്റെ മേൽ രക്തം അടയാളമായിരിക്കും. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു. പുതിയ നിയമം പറയുന്നുണ്ട്, റെഫറൻസ് ഒത്തിരി ഉണ്ട്. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളുടെ ബാധ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്ത് ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവാക്കിയില്ല. അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെ ഒക്കെയും വിളിച്ചു അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത പെസഹ അറുപ്പീൻ. മിസ്രൈമിനെ ദണ്ഡിപ്പിക്കുന്ന മിസ്രൈമിലുള്ള ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞു കടന്ന് നിങ്ങളുടെ വീടുകളെ രക്ഷിച്ച് യഹോവയുടെ പെസഹ യാഗമാകുന്നു എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ജനം കുമ്പിട്ട് നമസ്കരിച്ചു. എബ്രായലേഖനം 11:28 വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവയെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. ലേവ്യ പുസ്തകം 17:11 ലേവ്യ 17:11 മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. ആ രക്തത്തിന് ശക്തി ഉണ്ടായിരുന്നു. സമയം മുമ്പോട്ട് പോയി എങ്കിലും താമസിച്ചാണ് തുടങ്ങിയത്. ഇനി എനിക്ക് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 6:5 അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഗൂഢവിചാരങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിങ്ങളെ വിട്ടുവയ്ക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധി കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. യേശു നമ്മെ വീണ്ടെടുത്തു. വാക്യങ്ങൾ വീണ്ടെടുപ്പിനോട് ബന്ധപ്പെട്ടുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കണം. അത് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ആഴം മനസ്സിലാകുന്നത്. നമ്മെ വീണ്ടെടുത്തു. എന്നെ വീണ്ടെടുത്തിരിക്കുന്നതാണ് ദൈവത്തിന്റെ വൈദ്യുതി. എങ്ങനെയാണ് വീണ്ടെടുത്തെന്ന് അറിയുന്നത്? യേശു ഉയർത്തെഴുന്നേറ്റത്. യേശു ഉയർത്തെഴുന്നേറ്റത് വിശ്വാസത്താൽ എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ആരെങ്കിലും പറയുകയാണ് യേശു ഉയർത്തെഴുന്നേറ്റ് എനിക്ക് കണ്ടാലും, ചില ഒത്തിരി പറയണേ കണ്ടാലും വിശ്വസിക്കത്തു. എങ്ങനെ ഒക്കും? നിന്റെ തലമുട്ട ഉണ്ടെന്ന് കണ്ടിട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ നിന്നോട് പറയാം, നിനക്ക് ബ്രെയിൻ ഇല്ല. വിശ്വസിക്കാമോ ബ്രെയിൻ ഇല്ലെന്നുണ്ട്? നിങ്ങൾ പറയും ബ്രെയിൻ ഉണ്ട് ഭാഷ. ഓക്കെ, എങ്ങനെയാ? നീ കണ്ടോ? അവർക്കെല്ലാം ബ്രെയിൻ ഉണ്ട്, അതുകൊണ്ട് എനിക്കും ഉണ്ട്. എന്നാ പിന്നെ നീ അവരോടാകാതെ. ഞാൻ പറഞ്ഞ എല്ലാം ചുമ്മാതെ റീസണിങ് പറയുന്നുണ്ട്. ചിലര് വിശ്വാസത്താലാണ് നടക്കത്തുള്ളൂ. ക്രിസ്തീയ മാർഗം വിശ്വാസത്തിന്റെ മാർഗമാണ്. വിശ്വാസത്താലെ ചോര തളി വെച്ചപ്പോൾ രക്ഷപ്പെട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ പഴയ കാലങ്ങളിലും പുതിയ കാലങ്ങളിലും ഇന്നലെയും ഇന്നും നാളെയും സ്വതന്ത്രനാണ്. മിസ്രയീമിലെ ശക്തിയിൽ നിന്ന് ഞാൻ സ്വതന്ത്രനാണ്. ഈ ഭൂമിയുടെ അവസ്ഥകളിൽ ഞാൻ സ്വതന്ത്രനാണ്. ദൈവത്തിന്റെ വൈദ്യുതി ഞാൻ നിർത്തുന്നു. വീണ്ടെടുപ്പ് എന്ന് പറയുന്നതിൻ്റെ ആഴം, ആ വീണ്ടെടുപ്പ് എന്ന് പറയുന്നതിൻ്റെ ആഴം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥമായി
ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ ഒക്കത്തുള്ളൂ. ഒരു യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ രക്ഷയെ കുറിച്ചുള്ള വീണ്ടെടുപ്പിന്റെ ആഴം മനസ്സിലാക്കിയാൽ ആ വ്യക്തിക്ക് പിന്നെ പിന്മാറിപ്പോകാൻ ഒക്കത്തില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ ആരും അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം. പനി മാറാൻ വേണ്ടിയല്ല രക്ഷിക്കപ്പെടുന്നത്, ക്യാൻസർ മാറാൻ വേണ്ടിയുമല്ല രക്ഷിക്കപ്പെടുന്നത്. എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം എനിക്ക് പോയിരുന്നു, എനിക്ക് ആ കർത്താവുമായിട്ടുള്ള ബന്ധം വേണം. നിത്യതയിൽ എനിക്ക് പിശാചിന്റെ കൂടെ നരകത്തിൽ കിടക്കാൻ ആവശ്യമില്ല. എൻ്റെ കർത്താവ് എന്നെ കർത്താവിന്റെ സ്വരൂപത്തെ സൃഷ്ടിച്ചതാണ്. എൻ്റെ യേശു ഒരു വില കൊടുത്തതാണ്. ആ വീണ്ടെടുപ്പ് കൊണ്ടാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പാടുന്നുണ്ട്, നമ്മൾ പാട്ട് പാടി ആരാധിക്കാൻ പോകുന്നതിന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഹല്ലേലൂയ. അവിടെയാണ് പഴയ നിയമ വിശ്വാസിക്കും പുതിയ നിയമ വിശ്വാസിക്കും ദൂതന്മാർക്കും നമുക്കും എല്ലാം ഉള്ള വ്യത്യാസം അതാണ്. അവര് പാടിയത് കണ്ട് വിശ്വാസത്തെ പാടി. പഴയ നിയമ വിശ്വാസികൾ തീർച്ചയായിട്ടും ഒരു വിശ്വാസത്തെ തന്നെയാണ് പാടിയത്. നമ്മൾ പുറകോട്ട് നോക്കി വിശ്വാസത്താൽ പാടുന്നു, അവർ മുമ്പോട്ട് നോക്കി വിശ്വാസത്താൽ പാടുന്നു. എഫക്റ്റ് സെയിം ആണ്. എന്നാൽ ദൂതന്മാര് പുതിയ നിയമത്തെ പാടുന്നുണ്ട്. ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 5 ഗാനങ്ങൾ. അതിനകത്തെ പാട്ടുകളില് വീണ്ടെടുപ്പിൻ ഗാനം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് പാടുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ. ആ പാട്ട് പാടുമ്പോഴാണ് ദൂതന്മാർ ഇങ്ങനെ നോക്കുക, പരിശുദ്ധൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ, യഹോവയാം ദൈവം പരിശുദ്ധൻ എന്ന് 24 മണിക്കൂറും ഈ ദൂതന്മാർ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിൽ ഗാനത്തിന് ചൂണില്ലാത്ത, ഈണമില്ലാതെ, പണ്ടായിരുന്നെങ്കിൽ ട്രംപും ചപ്പളാൻ കൊട്ടയും, ഇന്നിപ്പോ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. കൂടിയിരുന്നുകൊണ്ട് മരത്തണലിരുന്ന് പാടുന്ന ജനത്തിന്റെ അടുത്തോട്ട് ഈ ദൂതന്മാരുടെ ആരാധന വിട്ടേച്ച് ദൈവം ഇറങ്ങി വരുന്നത് വേദപുസ്തകം പറയുന്നു. വചനം പറയുന്നുണ്ട്, ഇത് കണ്ട് ദൂതന്മാര് കുനിഞ്ഞു നോക്കുന്നെന്ന്. അവർക്ക് മനസ്സിലാകുന്നില്ല, കാരണം അവർക്ക് വീണ്ടെടുപ്പിന്റെ വിലയറിയത്തില്ല. ഒത്തിരിയുള്ള കഴിഞ്ഞ ദിവസം എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഉപവാസത്തിന്റെ ഇടയ്ക്ക്, പണ്ട് 4 വയസ്സുള്ളപ്പോ ബർത്ത്ഡേ ഇടയ്ക്ക് ഞാൻ ഉപവാസം ബ്രേക്ക് ചെയ്ത് ഒന്നിച്ച് ഡിന്നറിന് പോകായിരുന്നു. ഈ പ്രാവശ്യം പറഞ്ഞു, മോളെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആഘോഷിക്കാം, കാരണം ഇപ്പം പക്വതയല്ല, നീ ഉപവസിക്കാൻ പറഞ്ഞു. അപ്പം ഒരാളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ എന്നാ ചെയ്തെന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞേക്കുന്നത് പറഞ്ഞു. അതിന് കൊച്ചിനെന്തിനാ സെലിബ്രേറ്റ് ചെയ്യുന്നത്, എന്നും എപ്പോഴും കൊടുക്കുമല്ലേ. അപ്പൊ അത് പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെയാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അവർക്ക് കൊടുക്കാൻ എനിക്കില്ല ബർത്ത്ഡേക്ക്, കാരണം എവറി ഡേ സംതിങ് ഞാൻ കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ആ ബർത്ത്ഡേക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രത്യേകതയില്ല. എന്നോട് പറയുന്നത് എന്താണെന്നറിയാം, ബാൺസ് ആൻഡ് നോബിൾസിന്റെ ആ ഒരു $10 ഗിഫ്റ്റ് കാർഡ് മതി എനിക്ക്. കാരണം ഞാൻ ബാൺസ് ആൻഡ് നോബിൾസിൽ കൊണ്ടുപോകാറില്ല, ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാറുണ്ട്. അവിടെ നിന്ന് പോകാൻ വേണ്ടിയാ, ഗിഫ്റ്റ് കാർഡ് ഉണ്ടെ പോകുമല്ലോ. കാരണം ഇത് കൊടുത്തു വില എന്നാന്ന് അറിയത്തില്ല. ഞാൻ എന്റെ കൊച്ചുങ്ങളുടെ കാര്യം മാത്രമല്ല, ഞാൻ അത്ര സെലിബ്രേറ്റ്, നിങ്ങളുടെ കൊച്ചുങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് പറയാനൊക്കത്തുള്ളൂ. ഇതുപോലെയാണ് മനുഷ്യനും വിശ്വാസിക്കും. എന്നാൽ നീയും ഞാനും പാടുന്ന ഈ പാട്ടിന്റെ ആഴവും ഇതിന്റെ ശക്തിയും കണ്ടുകൊണ്ട് ദൂതന്മാര് കൊതിക്കുന്നു. ഹല്ലേലൂയ. കാരണം ഇതുപോലെ നഷ്ടപ്പെട്ടു പോയതിന് വില കൊടുത്ത് വാങ്ങിയല്ലോ എന്നവര് കാണുമ്പോൾ, എന്റെ കൂടെ ഉണ്ടായിരുന്ന ദൂതന്മാരെ, അവർ മരിച്ചിട്ട് ഓർക്കണം, എന്റെ കൂടെ ഉണ്ടായിരുന്ന ദൂതന്മാര് ഒരു പാപം ചെയ്തപ്പോൾ അവരെ വീണ്ടെടുക്കുവാൻ അങ്ങനെ അവസരം കൊടുക്കാതെ നിത്യമായി തള്ളിക്കളഞ്ഞ ഈ പിതാവാം ദൈവം ഇവരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം എന്തുണ്ട്. വിശ്വാസിയെ ഇവിടെയാണ് വീണ്ടെടുപ്പിന്റെ ആഴം മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് ഈ നിത്യതയുടെ ആഴം മനസ്സിലാക്കുന്നത്. ഇവിടെയാണ് ഈ ആരാധനയുടെ മഹത്വം മനസ്സിലാക്കുന്നത്. വാക്ക് ഇൻ ദ ലൈറ്റ് എന്ന ഈ ബൈബിൾ പഠനം ശ്രവിക്കുന്ന ഏവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.